അതിൻ്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒന്നുകിൽ ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ, റഹ്മത്തുണ്ട് എങ്കിൽ ഒരു വെള്ളിയാഴ്ച കൂടി പരിശുദ്ധമായ റമദാനിൽ വരവേൽക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവും. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് ശുദ്ധികളുണ്ട്. ഒന്ന് സാമ്പത്തിക ശുദ്ധിയാണ്, മറ്റൊന്ന് ലൈംഗിക ശുദ്ധിയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നു. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് സകാത്തിനെ നിർവഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. സകാത്ത് നൽകുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി മുഅ്മിനീങ്ങളെ പറ്റി അള്ളാഹുവിൻ്റെ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഔദാര്യമാണ്. ഈ ഔദാര്യമായ സമ്പത്തിൽ നിന്ന് വളരെ കൃത്യമായ രൂപത്തിൽ വർഷം തികയുമ്പോൾ സകാത്ത് കൊടുക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാം നിർബന്ധമാക്കിയ ഒന്നാണ്. സകാത്ത് നൽകുക എന്നത് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പണം, 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പണം, അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണം വാങ്ങാൻ, 85 ഗ്രാം സ്വർണം എന്ന് പറയുമ്പോൾ ഏകദേശം 10.5 പവൻ സ്വർണം വാങ്ങാനുള്ള കാശ്, പണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, ഒരു വർഷം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ 2.5% 41 പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പരിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. 595 ഗ്രാം വെള്ളിയോ 85 ഗ്രാം സ്വർണമോ ഒരാളുടെ കയ്യിൽ ആഭരണമല്ലാത്ത രൂപത്തിൽ സൂക്ഷിച്ചിരിപ്പുണ്ട് എങ്കിൽ അതിന് സകാത്ത് നിർബന്ധമാണ്. തത്തുല്യമായ പണം കയ്യിലുണ്ട് എങ്കിലും അതിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സകാത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമി സൊസൈറ്റിയുടെ മുമ്പിൽ വെച്ച, ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചൊരു മാനദണ്ഡമാണ്. പണം ചത്തുകിടക്കാൻ പാടില്ല. പൈസക്കാരന്റെ കയ്യിൽ മാത്രം, പണക്കാരന്റെ കയ്യിൽ മാത്രം പണം ഇങ്ങനെ കുന്നുകൂടുക എന്നത് പരിശുദ്ധമായി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സമ്പത്ത് ജനങ്ങളിലേക്ക് എത്തണം, പണം സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തണം. അത് ഒരാളുടെ വീട്ടിൽ തന്നെ കൂമ്പാരമായി കിടക്കുന്നത് പരിശുദ്ധമായി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരാൾ 1 കോടിയുടെ വീട് വെച്ചു, വളരെ സുന്ദരമായ വീട്, 1 കോടിയുടെ വീടാണ്, ആ വീടിന് സകാത്ത് കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നില്ല. കാരണം എന്താണ്? ആ 1 കോടി വീട് നിർമ്മിക്കാനുള്ള സമ്പത്ത്, അതിന്റെ സിമെന്റിനും അതിന്റെ മുഴുവൻ ആവശ്യ വസ്തുക്കൾക്കുമുള്ള പണം മുഴുവൻ അത് സാധാരണക്കാരിലേക്ക്, തൊഴിലാളികളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ 1 കോടി രൂപ ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന് സകാത്ത് നിർബന്ധമാകും. കാരണം അത് അവന്റെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്, അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി സകാത്ത് നിർബന്ധമാക്കുന്നത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സകാത്ത് കൊടുത്തതിന്റെ പരിണിത ഫലമായി നാട്ടിൽ സകാത്ത് സ്വീകരിക്കാൻ പോലും ആളില്ലാത്തൊരു സന്ദർഭം, ഒരു സാഹചര്യം സംജാതമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ നമ്മളൊക്കെ തീരുമാനിച്ചിറങ്ങിയാൽ, ഇവിടെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട്, ധാരാളം കച്ചവടക്കാരുണ്ട്. കച്ചവടം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ കൃത്യമായി ആ സ്റ്റോക്കുള്ള, തന്റെ കച്ചവട സ്ഥാപനത്തിൽ സ്റ്റോക്കുള്ള മുഴുവൻ വസ്തുക്കളെയും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള പണം നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ 1 വർഷം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധുക്കളുടെ അവകാശമാണ്. ഫക്കീറിന്റെയും മിസ്കീന്റെയും കടമുള്ളവന്റെയും പുതുമുസ്ലിമിന്റെയും ഒക്കെ അവകാശമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. നോക്ക് നിങ്ങൾ, നമ്മുടെ അങ്ങാടികളിൽ
കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ഒക്കെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലെ മുഴുവൻ സമ്പത്തും കച്ചവടം തുടങ്ങി റമദാൻ 1-നാണ് ഒരു വർഷം റമദാൻ 1-നാണ് കച്ചവടം തുടങ്ങിയത് എങ്കിൽ പിറ്റേ വർഷത്തെ റമദാൻ 1 തന്റെ സ്ഥാപനത്തിലുള്ള മുഴുവൻ വസ്തുക്കളും വിലക്കെട്ടി അത് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള മൂല്യമുണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇത് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് നിർബന്ധമാക്കിയതാണ്. പരിശുദ്ധമായ സക്കാത്ത് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം വളരെ വ്യക്തമായി മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. നിസ്കാരം മാത്രം നിർവഹിച്ചാൽ പോരാ, നോമ്പ് മാത്രം അനുഷ്ഠിച്ചാൽ പോരാ. അതുപോലെ തന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ് സമ്പത്തിനുള്ള സക്കാത്ത് നൽകുക എന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണ്ണവും വെള്ളിയും കൂമ്പാരമായി വെക്കുകയും അതിന് നിർബന്ധമായ ദാനം നൽകാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, അതിനുവേണ്ടി അതിനുള്ള സക്കാത്ത് നൽകാതിരിക്കുന്ന ആളുകൾക്ക്, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വളരെ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അതാഹു അല്ലാഹു മാല, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി, ഫലം യുഅദ്ദി സക്കാത്ത, അതിന്റെ സക്കാത്ത് അവൻ വീട്ടിയില്ല, അതിന്റെ സക്കാത്ത് നിർബന്ധപരമായ ദാനം അവൻ വീട്ടിക്കൊടുത്തില്ല എങ്കിൽ മുസ്തിലഹു മാലുഹു ശുജാഅൻ നഖറാ, നാളെ ഖബറിൽ ചെല്ലുമ്പോൾ അവന്റെ ആ സമ്പത്ത് ഒരു ഭീമാകാരനായ ശുജാഉൻ നഖറായി മാറുമെന്ന്, ഭീമാകാരനായ ഒരു പാമ്പായി മാറുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ചില ആളുകൾ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അകത്തുള്ള ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് സക്കാത്ത് തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വന്നപ്പോ ചില ആളുകൾ സക്കാത്ത് നിഷേധിച്ചു, ഞങ്ങൾ ഇന്ന് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ നേരത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ലൗ മനഊനി അനാകൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുത്തിരുന്ന ആളുകൾ സക്കാത്തിന് വിസമ്മതം നൽകിയാൽ, നബി തങ്ങൾ വഫാത്തായപ്പോ ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലഖാതൽതുഹും അലാ മൻഇഹാ, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് പറഞ്ഞത്. ഇങ്ങനെ മുസ്ലിമീങ്ങളിൽ സക്കാത്ത് നിഷേധിക്കുന്ന ആളുകൾക്ക്, സക്കാത്ത് നൽകില്ല എന്ന് പറയുന്ന ആളുകളോട് യുദ്ധം വരെ ചെയ്യാൻ മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാർ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായിരിക്കും. അത് നമ്മുടെ സമ്പത്തിന്റെ, നമ്മുടെ കച്ചവടത്തിന്റെ, എല്ലാത്തിന്റെയും തകർച്ചയ്ക്ക് കാരണമാകും സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മനഅകുമുൻ സക്കാത്ത ഇല്ല ബതലാഹുമുല്ലാഹു ബിസ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സമൂഹം സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ ദാനം നൽകിയിട്ടില്ല എങ്കിൽ ഇബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, അവരെ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, വിവിധങ്ങളായ അസുഖങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഇപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പൊ നമ്മുടെ സമ്പത്തിന് ചിലപ്പോൾ കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ പിന്നീട് എന്തെങ്കിലും വിപത്തുകൾ, എന്തെങ്കിലും അപകടങ്ങൾ, എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ ആ മനുഷ്യനെ പിടികൂടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ആ സക്കാത്ത് എന്ന് പറയുന്ന പുണ്യ പ്രവർത്തനം നമ്മളൊക്കെ വളരെ കൃത്യമായി അത് വീട്ടാനുള്ള മനസാന്നിധ്യം കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖസ്ല, എന്റെ ഉമ്മത്തിന് 15 കാര്യങ്ങൾ ചെയ്താൽ, 15 കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ വ്യാപിച്ചാൽ, ഹല്ല
അവർക്ക് അല്ലാഹുവിന്റെ വിപത്തുകൾ പെയ്തിറങ്ങും, അല്ലാഹുവിന്റെ വിപത്തുകൾ അവർക്ക് പെയ്തിറങ്ങും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തൊക്കെയാണ് ആ 15 കാര്യങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ കാനൽ മഗ്നമു ദൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ കാനൽ മഗ്നമു ദൂല, പൊതുമുതൽ, പൊതുസമ്പത്ത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ പഠിപ്പിക്കുക 15 കാര്യങ്ങൾ. പൊതു സ്വത്ത്, ജനങ്ങളുടെ എല്ലാവരുടെയും സ്വത്ത്, അത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന കാലം ഘട്ടം കടന്നു വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വൽ അമാനത്തു മഗ്നമ, വൽ അമാനത്തു മഗ്നമ. ആളുകൾ വിശ്വസിച്ചേൽപ്പിച്ച സ്വത്തുക്കൾ, വിശ്വസിച്ചേൽപ്പിച്ച അമാനത്ത് മുതൽ അത് മുതലെടുപ്പിനുള്ള മാർഗമായി കാണപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കൂടെ ചിന്തിക്കണം. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സകാത്തു മഗ്റമ. സകാത്ത് ഒരു നഷ്ടമായി കാണുമ്പോൾ, സകാത്ത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് സകാത്ത് നഷ്ടമല്ല. അവന്റെ സമ്പത്തിന്റെ 2% പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് അവന്റെ സമ്പത്തിലുള്ള ബർക്കത്താണ്, അവന്റെ സമ്പത്തിന്റെ വർധനവിനാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെ വളർമ എന്നാണ്. വളർമ, ഒരു പരിശുദ്ധപ്പെടുത്തുക എന്നാണ് സകാത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ സ്വന്തം സമ്പത്തിനെ ശുദ്ധീകരിക്കുക, സ്വന്തം സമ്പത്തിലെ ചളിയെ മാറ്റിവെക്കുക എന്നതാണ് സകാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ. അതിന്റെ താല്പര്യം തന്നെ അതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സകാത്ത് കൊടുത്താൽ എന്റെ സമ്പത്ത് ചുരുങ്ങിപ്പോകുമോ എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വന്തം ഉമ്മയെ ആക്ഷേപിക്കുകയും തന്റെ ഭാര്യയെ ഒരാൾ വഴിപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ, ഉമ്മയെ അനുസരിക്കാതെ ഭാര്യ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, വാപ്പയേക്കാൾ തന്റെ കൂട്ടുകാരന് സ്ഥാനം നൽകുന്ന ഒരു കാലഘട്ടം വന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ, എല്ലാ ദുനിയവിയായ കാര്യങ്ങളും ചർച്ചകളും നടക്കുന്നത് പള്ളിയുടെ ഉള്ളിലാണ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പള്ളിയുടെ ഉള്ളിലാണ്. ഇങ്ങനെയുള്ള പള്ളിയിൽ ശബ്ദകോലാഹലങ്ങളും ബഹളങ്ങളും തർക്കങ്ങളുമുള്ള ഒരു കാലഘട്ടം വന്നാൽ, ഒരാൾ, ഒരു സമുദായത്തിന്റെ നേതാവ്, അവരുടെ ഏറ്റവും നിന്ദ്യനും നിസാരനുമായാൽ ഒരു സമൂഹത്തിന്റെ നേതാവായ കാലഘട്ടം വന്നാൽ, മാത്രമല്ല ഒരു മനുഷ്യനെ അയാളുടെ വിപത്ത് വഹിച്ചുകൊണ്ട്, വിപത്തിനെ പേടിച്ചുകൊണ്ട്, എന്നെ എന്തെങ്കിലും അയാൾ ചെയ്യുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒരാളെ ബഹുമാനിക്കുന്ന കാലഘട്ടം വന്നാൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, കള്ളുകൾ കുടിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ, കള്ള് എന്നല്ല പറഞ്ഞത്, കള്ളുകളെ കുടിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ന് വിവിധ ബ്രാൻഡുകളുടെ പേരിൽ ഇന്ന് എത്രയോ കള്ളുകൾ, മദ്യങ്ങൾ നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന സാഹചര്യമാണ്. ആണുങ്ങൾ, പുരുഷന്മാർ പട്ട് ധരിക്കുന്ന കാലഘട്ടം വന്നാൽ പഠിപ്പിക്കുകയാണ്, ഗായികന്മാരും സംഗീത ഉപകരണങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, ആ കാലഘട്ടം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ഈ ഉമ്മത്തിന്റെ ആദ്യക്കാർ, അവസാനക്കാർ, ആദ്യക്കാരെ ശപിക്കുന്ന കാലഘട്ടം വന്നാൽ, പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കുന്ന കാലഘട്ടം വന്നാൽ, അവരുടെ നമ്മുടെ പൂർവികന്മാരായ വാപ്പുമാപ്പന്മാരെ ശപിക്കുന്ന കാലഘട്ടം വന്നാൽ, അഭിഭാനങ്ങൾ പഠിക്കുകയാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ചുവന്ന കാറ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളണം, നിങ്ങൾ ചുവന്ന കാറ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളണം. ഈ സമൂഹത്തെ മുഴുവൻ തച്ചു തകർക്കുന്ന ഒരു കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. മാത്രമല്ല ഭൂമിക്കുലുക്കങ്ങൾ ഉണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല കോലം മറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്ക്, നിങ്ങൾ മുസ്ലിം സമൂഹം എവിടെ എത്തിപ്പെട്ടു? പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ഏറ്റവും പരിശുദ്ധമായ സമയങ്ങളിലാണ് നമ്മുടെ ആളുകൾ നോമ്പുതുറ എന്ന പേരിൽ എന്തൊക്കെയോ ആഭാസങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ആണും പെണ്ണും പരസ്പരം ഇടകലർന്നിറങ്ങി ബീച്ചിൽ പോയിട്ട് നോമ്പുതുറ നടക്കുകയാണ്. എന്നിട്ട് റീലുണ്ടാക്കി
ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്ന സാഹചര്യം, ആണും പെണ്ണും കൂടിക്കലർന്ന് ഏറ്റവും പവിത്രമായ നേരത്ത്, ഏറ്റവും മഹത്വകരമായ സമയത്ത് പരിശുദ്ധമായ റമദാനിനെ പോലും നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള യുവാക്കളും യുവതികളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ സാഹചര്യത്തെ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം വളരെ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കണം. നമ്മളൊക്കെ വളരെ വളരെ പ്രതീക്ഷയോടുകൂടെ, വളരെ പേടിയോടുകൂടെ നമ്മളൊക്കെ ലോകത്തിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പട്ടിണിയിലേക്ക് പോകുമോ എന്നവരെ പേടിയാണ്. ഇന്ന് സിലിണ്ടറുകൾ ലഭിക്കാനില്ല, പാചകവാതകങ്ങൾ ലഭിക്കാനില്ല, പല ഹോട്ടലുകളും പൂട്ടപ്പെട്ട സാഹചര്യമാണ്. എവിടെയൊക്കെയാണ് ഇത് എത്തിച്ചേരുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, പണത്തിന്റെ കുന്തളിപ്പുണ്ട് എങ്കിൽ എന്തും കാട്ടാമെന്ന, എന്തും ചെയ്യാമെന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവരുത്. ഇതെല്ലാം പിടിച്ചു വാങ്ങാനും ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും. വെറും 10-15 ദിവസമായിട്ടുള്ളൂ ഇറാനും ഇറാഖും തമ്മിലുള്ള, ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്നിട്ട്. അപ്പോഴേക്ക് ഇന്ത്യയിലെ, കേരളത്തിലെ, തമിഴ്നാടിലെ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ പാചകവാത സിലിണ്ടറുകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എവിടെ എത്തി നമ്മുടെ രാജ്യത്തിന്റെ കഥ? എവിടെ എത്തി? ഇത്രയുള്ള നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ നമ്മുടെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തച്ചു തകർക്കാനുള്ള കഴിവുണ്ടാകുമെന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ രാത്രികളാണ് വരുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ്. നമ്മുടെ പള്ളികൾ സജീവമാവണം, പള്ളിയിലേക്ക് ആളുകൾ വരണം, ഇഅ്തികാഫിനെ വർദ്ധിപ്പിക്കണം. 27-ാം രാവ് വരാനുണ്ട്. ആ 27-ാം രാവിൽ നമ്മുടെ പള്ളികളൊക്കെ സജീവമായിട്ട് ഇവിടെ ഇഹ്യാ ചെയ്യണം, പള്ളിയെ ഇഹ്യാ ചെയ്യണം. പള്ളിയെ മരിപ്പിക്കാൻ വിടാൻ പാടില്ല. പള്ളിയെ എങ്ങനെയെങ്കിലും കടന്നുകൊട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണട ചിരട്ടാക്കാൻ നമുക്ക് പറ്റില്ല. പള്ളിയിലേക്ക് ആളുകൾ വന്ന് ഖുർആൻ പാരായണം നടക്കണം. ഈ ഒരു ദിവസത്തെ, ഒരു രാത്രിയുടെ ഇബാദത്തിന് 83 വർഷത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ലൈലത്തുൽ ഖദർ വരാനിരിക്കുന്നുണ്ട്. അതിന്റെ അനുബന്ധ കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 വന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരക്കെട്ട് അവിടുത്തെ അരമുണ്ട് അടിയുറപ്പിച്ചു കെട്ടുമായിരുന്നു എന്നാണ്. മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പിന്നീട് പള്ളിയിൽ മുഴുവൻ സമയവും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ വളരെ കൃത്യമായി വിനിയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ വരുമ്പോ, ലൈലത്തുൽ ഖദർ വരുമ്പോ, ഒരു രാത്രിക്ക് 83 വർഷത്തെ പ്രതിഫലം നൽകപ്പെടുന്ന രാത്രി വരുമ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നൽകാത്ത 4 വിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് മുദ്മിനുൽ ഖംർ, നിത്യമായി കള്ള് കുടിക്കുന്ന ആൾക്ക് അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കൊടുക്കില്ല. വഅക്കൽ വാലിദൈൻ, മാതാപിതാക്കൾ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ലൈലത്തുൽ ഖദർ കൊടുക്കില്ല. വഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ലൈലത്തുൽ ഖദർ കൊടുക്കില്ല. എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന രാത്രി അല്ലാഹു പുറത്തു കൊടുക്കില്ല. വൽ മുശാഹിൻ, പരസ്പരം ശത്രുത വെച്ച് നടക്കുന്ന ആളുകൾ, അവർക്കും ലൈലത്തുൽ ഖദറിന്റെ മഹത്വം അല്ലാഹു കൊടുക്കില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ നന്നാക്കി ആരെങ്കിലും മറ്റുള്ളവരോട് ശത്രുത വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,